Rahul Gandhi to address the gathering. Oh, he gave one down like big guy. मुकुल वासनिक जी, मुलपल्ली रामचंद्रन जी, केसी वेणुगोपाल जी, बाबू जॉर्ज जी, प्रोफेसर कुरियन जी, our candidate Anto Antony जी, मुकुल वासनिक जी, मुल्लपल्ली जी, केसी वेणुगोपाल जी, बाबू जॉर्ज जी, നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ ആന്റോ ആന്റണി ജി, leaders of the UDF on the dais, Congress workers, UDF partner workers, friends from the media, brothers and sisters, I'd like to welcome all of you here. ഈ സ്റ്റേജിലുള്ള നേതാക്കന്മാരെ, കോൺഗ്രസ് പ്രവർത്തകരെ, UDFന്റെ നേതാക്കന്മാരെ, മീഡിയ മാധ്യമ പ്രവർത്തകരെ, സഹോദരി സഹോദരങ്ങളെ, We are currently involved in a fight with the RSS BJP. നമ്മള് മാർക്സിസ്റ്റ് പാർട്ടിയും BJPയുമായിട്ട് ഒരു തികഞ്ഞ കടുത്ത മത്സരത്തിലാണ്. They believe that one idea should run this country. അവർ വിശ്വസിക്കുന്നത് ഒരു ആദർശം ഈ രാജ്യത്തെ നയിക്കണമെന്നാണ്. One thought, one language should run this country. ഒരു ചിന്ത, ഒരു ഭാഷ ഇതായിരിക്കണം ഈ രാജ്യത്തെ നയിക്കുന്നതെന്ന് അവർ കരുതുന്നു. One history should run this country. ഒരു ചരിത്രം ഈ രാജ്യത്തിന്, അതാണ് അവർ ആഗ്രഹിക്കുന്നത്. And we believe that India is an expression of its people. നമ്മൾ വിശ്വസിക്കുന്നത് ഇന്ത്യ വൈവിധ്യത്തിന്റെ ഒരു പ്രദേശമാണ്, അതിന്റെ പ്രതികരണമാണ് നാം ആഗ്രഹിക്കുന്നത്. We believe that the voice of India should run this country. നമ്മൾ വിശ്വസിക്കുന്നത് രാജ്യത്തിന്റെ ശബ്ദം, യഥാർത്ഥ ശബ്ദം കേൾക്കണമെന്നാണ്. Every language, every tradition should run. ഈ രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന ചരിത്രങ്ങളെ, വൈവിധ്യമാർന്ന ഭാഷകളെ, വൈവിധ്യമാർന്ന നമ്മുടെ ആചാരങ്ങൾ, അവരൊക്കെ സംരക്ഷിക്കണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്. India is big enough that no idea needs to be crushed. ഇന്ത്യ മഹത്തായ രാജ്യമാണ്. ഒരു ഐഡിയയും ഇവിടുത്തെ ഒരു ആദർശങ്ങളും ഒരു വിചാരങ്ങളും അടിച്ചുറപ്പാൻ കഴിയില്ല. So BJP says Congress book Bharat. BJP പറയുന്നു കോൺഗ്രസ് ഇല്ലാത്ത ഭാരതമെന്ന്. And we say we will fight the BJP, we will fight the RSS on their ideas, but we will respect the fact that they should be allowed to have ideas. നമ്മൾ പറയുന്നു നമ്മൾ BJPയെ എതിർക്കും, നമ്മൾ RSSനെ എതിർക്കും, പക്ഷേ എന്നാലും നാം അവര് BJP മുക്ത ഭാരതം, RSS മുക്ത ഭാരതം, അവരില്ലാത്ത ഭാരതം എന്നത് നമ്മുടെ ലക്ഷ്യമല്ല. We will fight them with love and affection. We will defeat them, but we will not eliminate them. നമ്മൾ അവരെ ശക്തമായി എതിർക്കും, നമ്മൾ അവരെ പരാജയപ്പെടുത്തും, എന്നാൽ നമ്മൾ അവരെ ഉന്മൂലനം ചെയ്യുവാനില്ല. We will not kill them or destroy them. നമ്മൾ അവരെ നശിപ്പിക്കില്ല, നമ്മൾ അവരെ ഇല്ലാതാക്കില്ല. But through love and affection, we will show them that their ideas are wrong. ഈ ഇലക്ഷനിൽ കൂടെ നമ്മൾ അവരെ അവരുടെ മാർഗം, അവരുടെ സ്ഥാനം എന്താണെന്ന് കാണിച്ചു കൊടുക്കും. That is the Congress way. അതാണ് നാം ചെയ്യുന്നത്. Now, in the last 5 years, the BJP has run the country. കഴിഞ്ഞ 5 വർഷം ഈ രാജ്യം ഭരിച്ചത് BJP ആണ്.
And the Prime Minister has systematically made those promises. പ്രധാനമന്ത്രി വളരെ വളരെ സ്റ്റെപ്പായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ പരിപാടി നടപ്പാക്കിക്കൊണ്ടിരുന്നു. And we have all heard these grand promises. നമ്മൾ അദ്ദേഹത്തിന്റെ വലിയ വലിയ വാഗ്ദാനങ്ങളെല്ലാം കേട്ടു. Wherever he goes, they will promise. അദ്ദേഹം എവിടെ പോയാലും വാഗ്ദാനങ്ങൾ കൊടുക്കും. Don't make me Prime Minister, he says. Make me Chowkidar. അദ്ദേഹം പറയുന്നു അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കേണ്ട സൂക്ഷിപ്പുകാരനാക്കിയാൽ മതിയെന്ന്. ചൗക്കീദാർ. But brothers and sisters, the question is, who's Chowkidar? ആരാണ് ഈ ചൗക്കീദാർ എന്ന് പറയുന്ന ആൾ? ആരാണ് ഈ സൂക്ഷിപ്പുകാരൻ? He took the vote from the people of India and became the Chowkidar of Mr. Anil Ambani. He took the vote from the people of India and became the Chowkidar of Mr. Anil Ambani. അദ്ദേഹം ജനങ്ങളുടെ വോട്ട് സ്വീകരിച്ചിട്ട് അംബാനിയുടെ ചൗക്കീദാർ, അനിൽ അംബാനിയുടെ ചൗക്കീദാറായി മാറി. 30,000 crore rupees given to Mr. Anil Ambani. Then what do we do? 30,000 crores given to Mr. Anil Ambani. 30,000 കോടി അനിൽ അംബാനിക്ക് അദ്ദേഹം ദാനമായി നൽകി. He's never made an aircraft in his life. He has never made an aircraft in his entire life. അനിൽ അംബാനി ഒരു എയർക്രാഫ്റ്റ് പോലും അദ്ദേഹത്തിന്റെ ഫാക്ടറിയിലോ അദ്ദേഹത്തിന്റെ കീഴിലോ ഇന്നുവരെ ഉണ്ടാക്കിയിട്ടില്ല. But he's given the world's biggest defense contract. The French president says, the Indian Prime Minister came to me and told me that if we wanted to sell the aircraft to India, the contract had to be in Parliament. ഫ്രഞ്ചുകാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ എയർക്രാഫ്റ്റ് ഇന്ത്യക്ക് കൊടുക്കേണ്ടത് അത് ആണ് അംബാനിക്ക് നിർമ്മിക്കാനായി കൊടുത്തതെന്ന്. 30,000 crores of your money goes into the pocket of that thief. 30,000 കോടി നമ്മുടെ പണം, ഈ രാജ്യത്തിന്റെ പണം അനിൽ അംബാനിക്ക് നൽകി. Not because he knows how to build an aircraft, not because he is capable, but simply because the Prime Minister calls him Anil Bhai. അനിൽ അംബാനിക്ക് എന്തെങ്കിലും ഇതിനകത്ത് പരിചയമുണ്ടായിട്ടല്ല, അനിൽ അംബാനിക്ക് പറ്റി യോഗ്യതയുണ്ടായിട്ടല്ല, മറിച്ച് അനിൽ അംബാനി പ്രധാനമന്ത്രിയുടെ സുഹൃത്താണ് എന്ന പരിഗണന മാത്രമാണ് ഈ വലിയ കോൺട്രാക്ട് കൊടുക്കാൻ ഇടയായത്. And then in every speech the Prime Minister speaks of corruption. എല്ലാ പുസ്തകത്തിലും പ്രധാനമന്ത്രി അഴിമതിയെ കുറിച്ച് പറയുന്നു. But when we ask him questions in the Lok Sabha, when we ask him for simple questions in the Lok Sabha, why did you give the contract to Anil Ambani? Why did you take the contract from the experienced Hindustan Aeronautical Limited Company? Why did you pay 1,600 crores for a 526 crore aircraft? No answer is forthcoming. നമ്മുടെ ലോക്സഭയിൽ പ്രൈം മിനിസ്റ്ററോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അനിൽ അംബാനിക്ക് ഈ വലിയ കോൺട്രാക്ട് കൊടുത്തതെന്ന്, എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ നമ്മുടെ ഹിന്ദുസ്ഥാൻ എയർപോർട്ടിന് കൊടുത്തത് അദ്ദേഹത്തിന് കൊടുത്തത് എന്ന് നാം ചോദിച്ചു. പക്ഷേ പ്രധാനമന്ത്രിക്ക് ആ കാര്യത്തിൽ യാതൊരു മറുപടിയും ഇല്ല. He spent 1.5 hours answering 4 questions. Does not mention Rafael, does not mention Anil Ambani. Sometimes he looks up, sometimes he looks left, sometimes he looks right, sometimes he looks down. He cannot put his eyes into the eye of the അദ്ദേഹം 1.5
സംസാരിച്ചു. പക്ഷേ അനിൽ അംബാനിയുടെ ഈ കോൺട്രാക്ടിനെ കുറിച്ച് വാചകമില്ല, റാഫേലിനെ കുറിച്ച് ഒരു വാചകമില്ല. അദ്ദേഹം താഴോട്ട് നോക്കും, മുകളിലോട്ട് നോക്കും, സൈഡിലേക്ക് നോക്കും. പക്ഷെ ഈ വിഷയങ്ങളെ കുറിച്ചൊന്നും അദ്ദേഹം സ്പർശിച്ചിട്ടില്ല. He says to the whole nation, make me chowkidar and I will put 15 lakhs into everyone's bank account. അദ്ദേഹം പറഞ്ഞു, എന്നെ രാജ്യത്തിന്റെ സൂക്ഷിപ്പുകാരനാക്കുക, ഞാൻ 15 ലക്ഷം വീതം എല്ലാവരുടെയും അക്കൗണ്ടിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. Not 1 rupee comes to the people. പക്ഷേ ഒരു രൂപയും ഞങ്ങൾ എത്തിയില്ല. So we decided, the Congress party has decided that we are going to fulfill the promise Mr. Narendra Modi promised. നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്, നമ്മുടെ തീരുമാനം ഈ മോഡി വാഗ്ദാനങ്ങൾ നടപ്പാക്കിയില്ല, പക്ഷേ നാം വാഗ്ദാനങ്ങൾ നടപ്പാക്കുമെന്നാണ്. We are going to give 72,000 rupees every year. ഓരോ വർഷവും രാജ്യത്തെ പാവപ്പെട്ടവർക്ക് ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ 73,000 രൂപ വീതം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. Directly into 5 crore bank accounts. അത് ആരും ഇടനിലക്കാരിൽ കൂടല്ല, മറിച്ച് ഈ പാവങ്ങൾ 25 കോടി ജനങ്ങളുടെ അക്കൗണ്ടിൽ നേരിട്ട് ആ 73,000 രൂപ കൊടുക്കുകയാണ്. 3,60,000 rupees in 5 years. അത് ചെയ്യുമ്പോൾ 5 വർഷം കൊണ്ട് 3 ലക്ഷം കോടി രൂപ നമുക്ക് 3 ലക്ഷം കോടി രൂപ അതിനായി നാം ചെലവാക്കും. We are going to do a surgical strike on mobile. നമ്മള് ഈ ഇക്കോണമിയിൽ ഒരു മിന്നലാക്രമണം, ഒരു മിന്നലാക്രമണം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. Imagine 20% of India's poor can be given 72,000 rupees. 70,000 രൂപ ഓരോരുത്തരുടെ അക്കൗണ്ടിൽ കൊടുക്കാൻ കഴിയുമോ എന്ന് നാം പരിശോധിച്ചു. There is no shortage of money in this country. ഈ അതിന് പണത്തിന് യഥാർത്ഥത്തില് കുറവ് ഈ രാജ്യത്ത് ഇല്ല. Mr. Narendra Modi says that the money for the Nyaya scheme is going to come from the middle class. ശ്രീ നരേന്ദ്രമോദി പറഞ്ഞത് മധ്യവർത്തികളിൽ നിന്ന് ആ പണം എടുക്കുമെന്നാണ്. And I want to make it very clear to the middle class of Kerala and middle class of the country. ഒരു കാര്യം ഉറപ്പായി രാജ്യത്തെ മിഡിൽ ക്ലാസിനോട്, അതായത് മധ്യവർത്തികളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. You are the engine of India's growth. ഇതാണ് ഇന്ത്യയുടെ പുരോഗതിയുടെ യഥാർത്ഥ വാഹകര്, അല്ലെങ്കിൽ യഥാർത്ഥ പ്രവർത്തകർ. We are not going to take a single rupee from the pocket of the Nyaya scheme. മിഡിൽ ക്ലാസിന്റെ, മധ്യവർത്തികളുടെ പണത്തിന്റെ അവരുടെ പോക്കറ്റിൽ നിന്ന് ഒരു പൈസ പോലും ഈ കാര്യത്തിന് എടുക്കില്ല എന്ന് ഞാൻ പറയുന്നു. Income taxes will not be raised at all. അതായത് ഇൻകം ടാക്സ്, വരുമാന നികുതി ഇതിനു വേണ്ടി ഉയർത്തില്ല എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. Narendra Modi gave 35,000 crores to Neerav Modi, 35,000 crores to Mehul Choksi, 45,000 crores of debt to Mr. Anil Ambani, Vijay Mallya, Lalit Modi. These are the people where this money is going to come from. നരേന്ദ്രമോദി 35,000 crores മറ്റൊരു മോഡിക്ക് കൊടുത്തു, വിജയ മല്യയ്ക്ക് കൊടുത്തു. അങ്ങനെ ഈ രാജ്യത്തെ ക്രോണി ക്യാപിറ്റൽ, സ്വന്തം ചങ്ങാതികൾക്ക്, അത്തരം ആളുകൾക്ക് നരേന്ദ്രമോദി ഉദാരമായി തന്നെ പണം നൽകി. Narendra Modi did demonetization and gave you Gabbar Singh tax. നരേന്ദ്രമോദി ഡിമോണിറ്റൈസേഷൻ കൂടെ, അതായത് നോട്ട് നിരോധനത്തിൽ കൂടെ അതിൽ അംബാനി ഉൾപ്പെടെ ഇവരെ ഒക്കെ സഹായിച്ചു. He took thousands and thousands of crores out of the Indian economy. അദ്ദേഹം ആയിരക്കണക്കിന് കോടി രൂപ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് വെട്ടിച്ച് തട്ടിമാറ്റി.
And when he took that money out, he destroyed the lives of millions of people. നോട്ട് നിരോധനത്തിലൂടെ അങ്ങനെ കോടിക്കണക്കിന് രൂപ മാറ്റിയപ്പോൾ കോടിക്കണക്കിന് ആളുകളുടെ ജീവിതമാണ് അദ്ദേഹം താറുമാറാക്കിയത്. Small businesses, middle-sized businesses, shopkeepers were all destroyed. ചെറുകിട കച്ചവടക്കാർ, അതുപോലെ ചെറു ബിസിനസ്സുകാർ, ചെറിയ മറ്റ് ബിസിനസ്സുകാർ, ചെറിയ സംരംഭകർ, അവരെ എല്ലാവരെയും ഈ നോട്ട് നിരോധനം അപകടത്തിലാണ്. പത്തനംതിട്ടയിലെ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി സംസാരിക്കുകയാണ്. But we can give you 3,60,000 rupees in 5 years and help build the Indian economy. എന്നാൽ 5 വർഷങ്ങളില് 3.5 ലക്ഷം കോടി രൂപ രാജ്യത്തെ പാവങ്ങൾക്കൊക്കെ ന്യായമായി കൊടുത്തിട്ട് നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക രംഗം പുനർനിർമ്മിക്കുവാൻ കഴിയും. He destroyed your life with demonetization. We will help you build your life with remonetization. അതായത് നമ്മളോട് ഡിമോണിറ്റേഷൻ കൊണ്ട് രാജ്യത്തെ തകർത്തുവെങ്കിൽ നമുക്ക് റീമോണിറ്റേഷനിലൂടെ, അതായത് സാമ്പത്തിക രംഗത്തെ പുനർനിർമ്മിച്ചുകൊണ്ട് നിങ്ങളെ സഹായിക്കുവാൻ രാജ്യത്തെ നിലനിർത്തുവാൻ കഴിയും. He gave you compulsory tax, 5 different taxes, 28% tax, a complicated tax system. GST കൂടി അദ്ദേഹം കൊണ്ടുവന്നത് വളരെയധികം ആളുകൾക്ക്, കച്ചവടക്കാർക്ക്, സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും 28% വരെ ടാക്സ് അവരിൽ നിന്ന്, സാധാരണക്കാരിൽ നിന്നും കച്ചവടക്കാരിൽ നിന്ന് ഈടാക്കുന്ന ടാക്സാണ്, നികുതിയാണ് അദ്ദേഹം കൊണ്ടുവന്നത്. And the first thing we will do when we come to power, we will give you a new GST, a real true GST. നാം അധികാരത്തിൽ വന്നാൽ പുതിയ ഒരു GST, പുതിയ ഒരു ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നടപ്പാക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. One tax, simple tax, minimum tax. ഏറ്റവും ലളിതമായ ടാക്സ്, അതുപോലെ തന്നെ മിനിമം ടാക്സ്, അതായിരിക്കും ഏറ്റവും കുറഞ്ഞ ടാക്സ്. This can be done easily. ഇത് ബുദ്ധിമുട്ട് കൂടാതെ, പ്രയാസം കൂടാതെ ചെയ്യാൻ കഴിയുന്നതാണ്. As long as the government is ready to listen to the voice of the people. നാം അത് ജനങ്ങളുടെ ശബ്ദം കേൾക്കുവാൻ തയ്യാറായാൽ, ശ്രമിച്ചാൽ ഇത് വളരെ ലളിതമായി നടപ്പാക്കാൻ കഴിയും. I'll give you another example. ഞാൻ ഒരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുന്നു. I'll give you the example of the rubber industry. ഞാൻ Rubber industry. റബ്ബർ വ്യവസായത്തിന്റെ ഉദാഹരണം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. Without speaking to the people involved in the rubber industry, Mr. Narendra Modi does a trade deal with Malaysia. കേരളത്തിലെ റബ്ബർ കർഷകരോട് ആലോചിക്കാതെ, ജനങ്ങളോട് ആലോചിക്കാതെ ശ്രീ നരേന്ദ്രമോദി മലേഷ്യയുമായി ഒരു ഡീൽ ഉണ്ടാക്കി. 2 ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ രാഹുൽ ഗാന്ധി പത്തനംതിട്ടയിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുകയാണ്.